കിലോമീറ്റർ ഓടിയിട്ട് ഇവിടെ വരുമ്പോൾ സിമ്പിൾ അവർക്ക് തന്നെ ശരിയാക്കാൻ പറ്റാവുന്ന കംപ്ലയിൻ്റ് ഉണ്ടാവുള്ളൂ. ചില കസ്റ്റമേഴ്സ് നമ്മൾ വിളിച്ച് ചോദിക്കട്ടെ, വിളിച്ച് നമ്മൾ ഫസ്റ്റ് ചോദിക്കുക അങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ പച്ച ലൈറ്റ് കത്തുന്നുണ്ടോ ഉണ്ടെങ്കിൽ. ഹായ് ഫ്രണ്ട്സ്, RR വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ അല്ല, നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുള്ളായൊരു വീഡിയോ ആണ്. നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾക്ക് ഇതുപോലുള്ള ജീപ്പുകളെല്ലാം ഉണ്ടാകുമല്ലോ അല്ലേ, അത് നമ്മളെ ഈ ചാർജർ ഉണ്ടല്ലോ, ഇതെൻ്റെ ചാർജറാണ്. ഇത് നമ്മൾ ഫ്ലഗിൽ കൊടുത്തിട്ട് ഇതിൽ കൊടുത്തു വിചാരിക്കുക, ഇതിൽ പച്ച ലൈറ്റ് കത്തും, വണ്ടി വെച്ച് ഓണാവില്ല. അങ്ങനെ വല്ല കംപ്ലൈൻറ്റും കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും യൂസ്ഫുള്ളാവും. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ജീപ്പ് ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ വാങ്ങിക്കൊണ്ടുപോകുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞ് വണ്ടി ഇങ്ങനെ ഓടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ വണ്ടി ഓണാവില്ല. ഇതുണ്ടോ, വണ്ടി തീരെ ഓണാവണില്ല, കണ്ടില്ലേ. അപ്പോൾ ഗൈസ്, വണ്ടി ഓണാവുന്നില്ല. നമ്മൾ ഈ ചാർജർ ഇതിൽ കുത്തുമ്പോൾ ചാർജിങ് ഇവിടെ വരിക, ചാർജ് ഇവിടെ കുത്തിയിട്ട് പ്ലഗിൽ കൊടുക്കുമ്പോൾ ഇങ്ങനെ പച്ച ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ, അതായത് വണ്ടി ഓണാവണമില്ല, ചാർജ് ചെയ്യുമ്പോൾ റെഡ് ലൈറ്റാണ് സാധാരണ കത്തേണ്ടത്, അത് പച്ച ലൈറ്റാണ് കത്തുന്നതെങ്കിൽ നമുക്ക് പുറത്തെവിടെയും പോകേണ്ട ആവശ്യമില്ല. അതായത് ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മളെ വണ്ടി ഓണാവണില്ല, ചാർജർ കുത്തിയിട്ട് ഇവിടെ പച്ച ലൈറ്റാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് സിമ്പിളാണ്. നമുക്ക് ഇത് അഴിച്ച് എടുക്കാം. എന്നിട്ട് സ്ക്രൂ ഡ്രൈവർ ഞാൻ സീറ്റ് ആദ്യം ഊരിയിട്ടുണ്ട് കേട്ടോ. ഇത് സീറ്റിൻ്റെ അടിയിലാണ് എൻ്റെ ബാറ്ററി ഉണ്ടാവുക, കണ്ടില്ലേ. ഇതിൽ 2 സ്ക്രൂ ഉണ്ടാവും, ഞാൻ സ്ക്രൂ അഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സീറ്റ് ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ കണ്ടോ, ഇത് കണ്ടില്ല, ഇതിൻ്റെ ബാറ്ററിയുടെ കണക്ഷൻ വേറിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം കാണിക്കാത്തത്. നമുക്ക് ബാറ്ററി ഒന്ന് കണക്ട് ചെയ്യാം. വണ്ടി ഓണായി. സംഭവം സിമ്പിൾ പരിപാടി. പറയാൻ കാരണം എന്താ വെച്ചാൽ അറിയാം, നമ്മൾ ഒരുപാട് വണ്ടികൾ കൊടുക്കുന്നുണ്ട് കസ്റ്റമർക്ക്. അപ്പോൾ അവരൊക്കെ ഒരാഴ്ച, ചില ടീമുകളിൽ ഒരാഴ്ച ഒരു മാസം കഴിഞ്ഞാൽ ഇങ്ങനെ കംപ്ലയിൻറ്റ് പറഞ്ഞ് വിളിക്കും. ചിലപ്പോൾ ഒരു 10 കിലോമീറ്റർ അപ്പുറം അവരെ വീടുണ്ടാവുക. അപ്പോൾ ഓരോ ഓട്ടോയ്ക്ക് വിളിച്ചിട്ട് വരും, 300-350 രൂപ കൊടുക്കേണ്ട ഓട്ടോ കൊടുക്കാൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സിമ്പിൾ പരിപാടിയാവും, അതായിരിക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം. ഇത് എങ്ങനെ വരുന്നത് ചോദിച്ചാൽ, നമ്മൾ കുട്ടികളെ കയ്യിൽ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ചുമരുമ്പോൾ പോയി ഇടിക്കും, അതൊക്കെ ചെയ്യും. ആ ഇടിക്കണ സമയത്താണ് ഇതിങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ചെറുക്ക് ചെയ്തിട്ടൊക്കെ സംഭവം ലോക്കാണ്, നമ്മൾ കറക്റ്റ് ലോക്ക് ചെയ്തിട്ട് ഇനി ഇവിടെ ടൈറ്റ് ചെയ്യും, എന്നിട്ട് കൊടുക്കുക. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടമായില്ലേ? നമ്മളിത് പറയാൻ കാരണം, ഇത്രയും കിലോമീറ്റർ ഓടിയിട്ട് ഇവിടെ വരുമ്പോൾ സിമ്പിൾ അവർക്ക് തന്നെ ശരിയാക്കാൻ പറ്റാവുന്ന കംപ്ലയിൻ്റ് ഉണ്ടാവുള്ളൂ. ചില കസ്റ്റമേഴ്സ് നമ്മൾ വിളിച്ച് ചോദിക്കട്ടെ, വിളിച്ച് നമ്മൾ ഫസ്റ്റ് ചോദിക്കുക അങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ പച്ച ലൈറ്റ് കത്തുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഇന്ന മാതിരി ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുമെന്ന് പറഞ്ഞാൽ അവർ അത് ഓക്കെ ആവും. ചിലർ വിളിക്കാണ്ട് വരും, അവർക്ക് ആ വാടകയും ആണെങ്കിൽ നഷ്ടമല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, ഇഷ്ടമായില്ലെന്നത് വീഡിയോ, ഇതുപോലുള്ള ടിപ്സും ട്രിക്സുമായി വീണ്ടും കാണാം പുതിയൊരു വീഡിയോയുമായി. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.